Hello guys, it's me Andrews. എല്ലാവർക്കും മാഡ് ആൻഡ് ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു PVC പൈപ്പ് കൊണ്ട് നല്ല അടിപൊളി പേനയൊക്കെ വെക്കുന്ന ഒരു മോൾഡർ ഉണ്ടാക്കുന്ന സെറ്റപ്പാണ്. ഈ ഒരു സെറ്റപ്പാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ട്രേ ഒക്കെ ഉള്ള നല്ല അടിപൊളി സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് വേണ്ട ഇത്തരം ഒരു PVC ആണ്. ഈ PVC നടുവേ നിന്ന് പൊളന്ന ശേഷം നമുക്ക് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് നിവർത്തിയെടുക്കണം. ചൂടാക്കിയ ശേഷം മേളിലും താഴെയും നല്ല 2 ടൈല് വെച്ച് നല്ലപോലെ പ്രസ് ചെയ്താൽ മതി. നല്ല പക്കയായിട്ട് നിവർന്ന് കിട്ടും. ഇനി നമുക്ക് അങ്ങനെ നമ്മൾ നിവർത്തിയെടുത്ത ഷീറ്റ് 21 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു PVC ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലെ ഒരു സൈഡിലെ നടുക്ക് വരുന്ന 7 സെൻറ്റിമീറ്റർ നമ്മൾ പുറത്തോട്ട് ഇച്ചിരി കർവായിട്ട് തള്ളിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം. ഇത് നമുക്ക് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണെന്ന്. ഇനി നമുക്ക് 21 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് പോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫെവിക്വിക്ക് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ നമുക്ക് 4 പീസ് വേണം. അതായത് നമുക്കൊരു 3 കോളമായിട്ട് തിരിക്കാൻ വേണ്ടിയാണിത്. 8ൻ്റെ പകുതി 4 എന്ന രീതിയിൽ നമ്മൾ പകുതിക്ക് വെച്ച് ഇത് 2ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഓരോന്നായിട്ട്. അപ്പോൾ നമ്മൾ 3 കോളമായിട്ട് തിരിക്കണമെങ്കിൽ 4 പീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 4 പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എടുത്ത 4 പീസും ഈ രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 3 കോളമായി തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുത്തത്. ഇനി നമുക്ക് വേണ്ടത് 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു സമചതുര പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം. ഇത് ഈ കാണുന്നത് പോലെ നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ കൃത്യം പകുതിക്ക് വെച്ച് വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫെവിക്വിക്ക് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടും നല്ല രീതിയിൽ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂളായിട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നൈസായിട്ട് പേപ്പർ ഇട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ ഈ രീതി നല്ലതുപോലെ കയറാൻ പറ്റുന്ന 2 പീസാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയും. അപ്പോൾ ഇത് നമുക്കൊരു ട്രേ പോലെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ട്രേ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുള്ള 4 പീസ് ഒരു ട്രേക്ക് വേണം. അങ്ങനെ 8 പീസ് 2 ട്രേക്കും കൂടെ 8 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്രേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒട്ടിച്ച് എടുക്കാം. അതിനുവേണ്ടി നമുക്ക് നല്ലപോലെ ഗമ്മ് അപ്ലൈ ചെയ്ത് ഫെവിക്വിക്ക് ആണെങ്കിൽ ഫെവിക്വിക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് അത് ബോക്സ് പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കയറിപ്പോകാൻ പാകത്തിന് ഈ കാണുന്നത് പോലെ. അങ്ങനെ നമുക്ക് 2 ട്രേ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പുറത്തതും ഇപ്പുറത്തതും കൂടെ കൂട്ടി 2 ട്രേ വേണം. അപ്പോൾ നമ്മൾ 2 ട്രേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് കൂളായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കിനി വേണ്ടത്
ഒരു 7.5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസ് നമ്മൾ ഈ കാണുന്നത് പോലെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് എടുക്കാം 2 പീസും. അങ്ങനെ നമ്മൾ ഈ 2 പീസും നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നടുക്ക് കവർ ചെയ്തുകൊണ്ടുള്ളൊരു പീസാണ് വേണ്ടത്. അത് നമ്മൾ ഇച്ചിരി കർവ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PVCയുടെ റൗണ്ട് ആയിട്ടുള്ള PVC നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് പുറത്തോട്ട് കുറച്ച് കർവ്ഡ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ അടിയിൽ ആ ഒരു കർവ് നേരത്തെ തന്നെ നമ്മൾ വെച്ച് നമ്മൾ ബേസ് എടുത്തത്. അപ്പോൾ ഒരു 6.5 സെൻറ്റിമീറ്റർ നീളമാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കോഡ് വന്നത്. കോഡിൻ്റെ നീളമാണ് 6.5 സെൻറ്റിമീറ്റർ, അതായത് ഞാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തിന്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയൊരു PVC ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് നമുക്കൊരു പിടി പോലെ വലിക്കുന്നതിന് വേണ്ടിയാണ് ട്രേ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ട്രേ നമ്മൾ സെറ്റായിട്ടുണ്ട്. നമ്മളിങ്ങനെ വലിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റാക്കി വെച്ചേക്കണം. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പെയിൻറ്റും അടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്നൊരു ട്രേ ഒക്കെ ഉള്ള ഒരു അടിപൊളി പേന ഹോൾഡർ എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്ത് കമന്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് അടുത്ത തവണ കാണുന്നതായിരിക്കും. ബൈ ബൈ.